ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ ഒരു ഗോവിന്ദകൃഷ്ണന്റെ വീട് ഏതാ? ഗോവിന്ദകൃഷ്ണനോ അതോ ഗോപാലകൃഷ്ണനോ? ദേ അങ്ങോട്ട് നടന്ന ഒന്ന് രണ്ട് ഗോവിന്ദന്മാരുണ്ട്. ശങ്കരേട്ടാ, ബാക്കി ഞാൻ പിന്നെ വാങ്ങിച്ചോളാവേ. പോട്ടെ. ആ, ശാരദാമ്മയുടെ കെട്ടിയവന്റെ പേരും ഗോപാലകൃഷ്ണൻ അല്ലേ? ആ, അതെ. വാശനെ വാ. എന്തുവാടാ കമല ഇത്? ഈ പാതിരാത്രിയിലാണോ ബർത്ത്ഡേ പരിപാടിയൊക്കെ? മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ്. നീ ഇതൊക്കെ ഒതുക്കി കിടക്കുമ്പോ മണി 1 കഴിയുന്ന എനിക്കറിയില്ലേ? കേട്ടാച്ചാനെ, ഒരു ക്രിസ്മസിന്റെ തലേന്ന് ഇവന്റെ ഈ കടയിൽ ഒരു കള്ളം കയറി. കേക്ക് വിറ്റ കാശൊക്കെ അവരങ്ങ് എടുത്തോണ്ട് പോയി. 19 ഓർഡർ ചെയ്ത് വെച്ചിരുന്ന കേക്കും കൊണ്ടുപോയി. അന്ന് മുതൽ ഇവന്റെ കിടപ്പ് എവിടെയാ? അതറിയാവുന്നത് കൊണ്ടല്ലേ ആശാൻ കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇവനെ ഞാൻ വിളിച്ചു പറഞ്ഞത്. അല്ല, ഇത് പറഞ്ഞില്ലല്ലോ. ഇതെന്താ കേസ്? അർദ്ധരാത്രിയിലൊരാഘോഷം അല്ലേ? സ്വാതന്ത്ര്യം കിട്ടി തന്നെ അർദ്ധരാത്രിക്കല്ലേ? കൊച്ചിന്റെ ചെറിയച്ഛനൊരു നിർബന്ധം, ഈ രാത്രി തന്നെ കേക്ക് മുറിക്കണമെന്ന്. ഇതാണോ ആ ചെറിയച്ഛൻ? ഒന്ന് നിർത്തി. എന്റെ ബൈ കാര്യം അതൊന്നുമല്ല. നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പൊ വീട്ടിലുണ്ടാക്കി കൊണ്ടുപോകണമെന്ന് കുട്ടിയോട് പറഞ്ഞപ്പോ ഞാൻ ഒരു പരീക്ഷ നടത്തി. അത് സംഗതി പൊളിഞ്ഞു. അതാണ്ടായത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ വീട്ടിലുണ്ടാക്കിയെന്നാണ് തോന്നുന്ന രീതിയിൽ ഒരു കേക്ക് വേണം. കണ്ടില്ലേ, ഇതാണ് നേരെ വാ നേരെ പോ. നീ ഇപ്പോഴും നിന്റെ ഉടായി പരിപാടി ഒന്നും നിർത്തിയില്ലടാ കമല. ആശാൻ കേക്ക് ഉണ്ടാക്കി പരാജയപ്പെട്ട വിവരം പുറത്തറിയാതിരിക്കാനല്ല ഞാൻ ഈ കളി മൊത്തം കളിച്ചത്. അതിപ്പോ ആശാൻ തന്നെ പൊളിച്ച സ്ഥിതിക്ക് എനിക്കിനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ കമല, ഡോക്ടറോടും വക്കീലിനോടും പിന്നെ ബേക്കറിക്കാരനോടും സത്യമേ പറയാവൂ, എന്നാലേ നല്ല കേക്ക് കിട്ടും. സാറേ, ഈ പറഞ്ഞ രീതിയിൽ ഒരു കേക്ക് എന്ന് പറയുന്നത് ഇതാണോ? ഇതങ്ങ് എടുത്താലോ? അതുപോലെ കൊള്ളാം കൊള്ളാം. അതെടുത്തോ. ഇത് പിന്നെ ഒന്നും എഴുതണ്ടല്ലോ അല്ലേ? അയ്യോ, ഒന്നും എഴുതണ്ട. അതിങ്ങ് പാക്ക് ചെയ്ത് തന്നാ മാത്രം മതി. ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പൊ പാക്ക് ചെയ്ത് തരാം. സംഗതി സക്സസ്. ശാരദാമ്മേ, മൂത്ത മോള് വന്നിട്ടുണ്ടല്ലേ? ആ, വന്നിട്ടുണ്ട്. മരുമകൻ കൂടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അവനെന്തോ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് വിദേശത്താ. ഉയർന്ന ജോലിയിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. ശരിയാ, വലിയ വലിയ ജോലിയിൽ ഇരിക്കുന്നവരൊക്കെ നമ്മളെപ്പോലുള്ളവരുടെ കുടുംബത്ത് വന്ന് കയറിയാ നമ്മുടെ കയ്യിലൊന്നും അവരെ കിട്ടില്ല. അവരവരുടെ ഉത്തരവാദിത്വങ്ങളും ജോലിയുടെ പവറും ഒക്കെ നോക്കി പോകുമ്പോ വീടിനോടും വീട്ടിലുള്ളവരോടും അവരുടെ ഉത്തരവാദിത്വം കുറയും. അത് സ്വാഭാവികമല്ലേ? മരുമകൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പെണ്ണിന് സങ്കടം കാണുമല്ലേ? അതെ, എന്റെ മകളുടെ സങ്കടം അവിടെ നിൽക്കട്ടെ. അവൻ പോയിരിക്കുന്ന എന്തിനായാലും അവന്റെ ജോലിയുടെ കാര്യത്തിനല്ലേ. അല്ലാതെ ശങ്കരേട്ടന്റെ മരുമകനെ പോലെ മോളെ കെട്ടിയേച്ച് നാട് വിട്ടു പോയതൊന്നും അല്ലല്ലോ. എന്തിനാ ശങ്കരേട്ടാ ഓരോന്ന് പറഞ്ഞ് വാങ്ങാൻ വരുന്നവരോട് ഇങ്ങനെ തർക്കിക്കുന്നത്? ദാ പൈസ എടുത്തിട്ട് ബാക്കിയതാ. അല്ല, ഞാൻ ചുമ്മാ. ശരി ശരി. അതെ, ഇവിടെ ഒരു ഗോവിന്ദകൃഷ്ണന്റെ വീട് ഏതാ? ഗോവിന്ദകൃഷ്ണനോ അതോ ഗോപാലകൃഷ്ണനോ? ദേ അങ്ങോട്ട് നടന്ന ഒന്ന് രണ്ട് ഗോവിന്ദന്മാരുണ്ട്. ശങ്കരേട്ടാ, ബാക്കി ഞാൻ പിന്നെ വാങ്ങിച്ചോളാവേ. പോട്ടെ. ആ, ശാരദാമ്മയുടെ കെട്ടിയവന്റെ പേരും ഗോപാലകൃഷ്ണൻ അല്ലേ? ആ, അതെ. അവിടെ കടയിൽ ആളില്ല, ഞാൻ ഒന്ന് ചെല്ലട്ടെ. ആദ്യം നിങ്ങളൊന്ന് ഉറപ്പിക്കൂ സാർമാരെ. ഒന്ന് നോക്കി. ഈശ്വര, ഇതാ നസീറിന് മരണത്തെ കുറിച്ച് തിരക്കാൻ വന്നവരാണോ?
ആയിരിക്കും. അവര് വേറെ ഏതോ ഗോവിന്ദനെ ഗോപാലകൃഷ്ണൻ അന്വേഷിച്ചിറങ്ങിയതാണ്. ദൈവമേ, അവരെന്റെ പിന്നാലാണല്ലോ. അതെ, ആ, ഈ വിദ്യാനഗർ അത് ഈ വഴിക്കല്ലേ? എന്താ? വിദ്യാനഗർ. ആ, അത് ഈ വഴിക്കാ. സാറന്മാർക്ക് അവിടെയാണോ പോകേണ്ടത്? അതെ. അത് ഈ വഴിക്കാ. ആ, കൊണ്ടെടുക്ക. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ എത്ര കാലം എന്ന് വെച്ചിട്ട്. രാഘവേട്ട, നല്ല ചുമയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോണോ? മാറിക്കോളൂ. ഓ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോയി കഴിഞ്ഞ് എന്തെങ്കിലും മേലായി വന്നാലോ? എന്ന് വെച്ചേ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ഈ കടമ്പയൊക്കെ കാണുന്നോളാം. അയ്യോ രാഘവേട്ട, എന്തിനിങ്ങനെ വാശി കാണിക്കുന്നേ? ആരോട് ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്നോടോ? എനിക്ക് ആരോടും വാശി വരായൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെന്നോടാ, എന്റെ ഈ അവസ്ഥയോടാ. പിന്നെ പരായം പരിഭവമൊക്കെ ഞാൻ കാണിക്കുന്നവളുണ്ട്. അതാ സർവേശ്വരനോടാ. എന്നെ ഇങ്ങനെ പാതി ജീവൻ നൽകി ഇട്ടേക്കുന്നതിന് തന്നെ. ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? പനിക്കൂർക്കയിലയും തുളസിയിലയും ശർക്കരയൊക്കെ ഇട്ട കാപ്പിയാ. പനിയുണ്ടെങ്കിൽ അതങ്ങ് തന്നെ പോയിക്കോളും. ഇതൊക്കെ എന്റെ ശരീരത്തിന് അസുഖം വന്നാലേ പരിഹരിക്കാനാവൂ. മനസ്സ് വന്നാ പിന്നെ തീർന്നില്ലല്ല. മരുന്നൊന്നുമില്ലല്ലോ മാമേ. ആര് പറഞ്ഞില്ലെന്ന്? ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഭ്രാന്തെന്നാ പറയേണ്ടത്. അതിന് നല്ല മരുന്നുമുണ്ട്. ദേ രാഘവേട്ട, രാവിലെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. ഇതെന്നെ ഇന്ന് പണിക്ക് വിടില്ലെന്നാ തോന്നുന്നേ. ഈ ചുമ നീ കാര്യാക്കണ്ട. ഇനിയിപ്പോ ചുമയും കുറെയൊക്കെ ഉണ്ടാവും. സമയെന്നാ തോന്നുന്നേ. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളായി കാണിക്കുന്നൊക്കെ. സത്യാമ്മേ, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇറങ്ങിയാലോ? പൊന്നി, ഇന്നാണെങ്കിൽ കുറച്ച് പുതിയ കടകളിൽ ഓർഡറും ഉണ്ട്. രാഘവേട്ടന് കുറച്ച് പനിയും ചുമയൊക്കെ ഉണ്ട്. മരുന്നിന് പോവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലടി. ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ നമ്മൾ പോവും? എന്നാ പിന്നെ നിങ്ങളോട് ഞാനോട് വരാം.